Dear students, good morning. Now I wish to discuss a few more problems from third module. Using moment area method, determine the maximum slope and deflection for a simply supported beam with a centrally pointed load. Simply supported beam ആണ്. Simply supported ബീമാണ്. ഇവിടുന്ന് ഇത് L/2 ഡിസ്റ്റൻസിലാണ് ഇങ്ങനെ തട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് പോയിൻറ്റ് CW L/4 ആണ്. ഇതായി കാണുന്നതാണ് BMD വരച്ച് വെച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ CG കിടക്കുന്നത് 2/3 L/2 ഞാൻ ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് CG എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു L/2 ഇൻറ്റു WL/4 ആണ്. കാരണം ഹാഫ് BH എന്ന് പറഞ്ഞ പോലെ ഹാഫ് ഇൻറ്റു L/2 ആണ്. ഒരു സൈഡ് L/2 ആണ്, പിന്നെ ഇതിൻ്റെ ഹൈറ്റ് WL/4 ആണ് അല്ലേ. WL²/16 എന്നപ്പോൾ നമുക്ക് ഏരിയ കിട്ടും. CG എന്ന് പറഞ്ഞാൽ X ബാർ 2/3 L/2 ആണ്. അപ്പോൾ അത് L/3 എന്ന് കിട്ടും നമുക്ക്. ഈ 2 ക്യാൻസലായിപ്പോൾ അങ്ങനെ L/3 എന്ന് CG കിട്ടും. അപ്പോൾ AX ബാർ കാണുമ്പോൾ WL²/16 ഇൻറ്റു L/3 ചെയ്യുമ്പോൾ WL³/48 EI എന്ന് കിട്ടും. ഫ്രം മോർസ് തിയറം 1 സ്ലോപ്പ് അറ്റ് എ, അതായത് തീറ്റ എ ഈക്വൽ ടു ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ബൈ EI ആണ്. അപ്പോൾ നമുക്ക് ആ കിട്ടിയ ആൻസർ ബൈ WL²/16 ആണ് നമ്മുടെ ഏരിയ, ബൈ EI ആണ് അതിൻ്റെ മോർസ് തിയറം 1 പ്രകാരമുള്ള സ്ലോപ്പ്. അതായത് സ്ലോപ്പ് കാണാനുള്ളത് ഏരിയ ഓഫ് ബെൻഡിങ് തിയറം പ്രകാരം ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ബൈ EI ആണ്. അപ്പോൾ WL²/16 EI ആണ്. ഫ്രം മോർസ് തിയറം 2 മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് C, അതായത് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ YC X ബാർ ബൈ R/EI ആണ്. അപ്പോൾ WL³/48 EI എന്ന് അതിൻ്റെ ഇത് കിട്ടും. ഡിഫ്ലക്ഷൻ സ്ലോപ്പ് പറഞ്ഞാൽ തീറ്റയാണ്. അത് WL²/16 EI സിമെട്രിക്കൽ ആയതുകൊണ്ട് എയിലും ബിയിലും സെയിം സ്ലോപ്പ് തന്നെയാണ്. ഇനി യൂസ് മൊമെൻറ്റ് ഏരിയ മെത്തേഡ് determining the maximum slope and deflection for a simply supported beam with UDL over entire length. അത് സിമ്പിളി സപ്പോർട്ടഡ് ആണ്. ഇതിൻ്റെ മുകളിൽ ഒരു UDL ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് മിഡ് സ്പാൻ WL²/8 ആണ്. WL²/8 ആണ് ഇതിൻ്റെ മാക്സിമം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ WL²/8 ആണ് നമ്മുടെ സിമ്പിളി സപ്പോർട്ടിൽ UDL വരുമ്പോൾ.
അപ്പോൾ അതതിൻ്റെ സെൻട്രലായിട്ടാണ് അതിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. പിന്നെ WL/16 ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ 2/3 L/2 ആണ്. അതായത് ഇങ്ങനെയുള്ള ഷേപ്പിൻ്റെ ഏരിയ ഞാൻ ലാസ്റ്റ് ഒരു കോളായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2/3 ഇൻറ്റു ഏരിയ, ഇങ്ങനെയുള്ള ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പിൻ്റെ ഏരിയയാണ് അത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് 2/3 ഇൻറ്റു L/2. L/2 പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിലേക്കുള്ള അതിൻ്റെ ഒരൊറ്റ ഇതായിട്ട് കാണുന്നത് 2/3 ഇൻറ്റു L/2 ഇൻറ്റു WL² അതിൻ്റെ ഹൈറ്റ്. (8) അങ്ങനെയാണ് അതിൻ്റെ ഇത് കാണുന്നത്, ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിന് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ഇൻറ്റു BH ആണ്. ബി എന്ന് പറഞ്ഞാൽ L/2 ആണ്. അപ്പോൾ WL/24 എന്ന് വരും. X ബാർ പറഞ്ഞാൽ 5/8, അതും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. X ബാർ പറഞ്ഞാൽ 5/8 L/2 ആണ്. അപ്പം X ബാർ പറഞ്ഞാൽ 5/8 ഇൻറ്റു L/2 ആണ്. അപ്പോൾ 5L/16 എന്ന് കിട്ടും. അപ്പോൾ AX ബാർ അതായത് ഏരിയ ഇൻറ്റു X ബാർ WL/24 ഇൻറ്റു 5L/16. അങ്ങനെ നമുക്ക് AX ബാർ 5/384 WL/4 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രം മോർസ് തിയറം 1 മാക്സിമം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ θB-യിലും θA-യിലും സെയിം തന്നെ, കാരണം സിമെട്രിക്കാണ്. അങ്ങനെ വരുമ്പോൾ മാക്സിമം സ്ലോപ്പ് ഏരിയ ഓഫ് PMD/EA ആണ്. അപ്പോൾ WL/24 എന്നാണ് ഏരിയ EA ചെയ്യുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് കിട്ടും. അതുപോലെ മാക്സിമം ഡിഫ്ലക്ഷൻ മോർസ് തിയറം 2 എന്നാണ്, അതായത് മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ C എന്നാണ് മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ AX ബാർ/EA ആണ്. മറ്റേ ഏരിയ/EA ആണ് സ്ലോപ്പ്, ഇത് AX ബാർ/EA ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ 5WL/4/384 EA എന്ന് കിട്ടും. കുറേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാണ്ട്. ഇനി വൺ മോർ പ്രോബ്ലം. ഇത് ന്യൂമറിക്കലാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ പോലെയല്ല, വാല്യൂ കൊടുത്തിട്ടുണ്ട്. കാൻഡിലീവർ അല്ല, സിംപിളി സപ്പോർട്ടറാണ്. ഓക്കെ, ഇത് വാല്യൂ തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇനി സിംപിളി സപ്പോർട്ടഡ് ബീം, സിംപിളി സപ്പോർട്ടഡ് ആണ്. 10 meter span is carrying a 2-point load of 10 kN each symmetrically over the beam. 2 ലോഡ് ഉണ്ട്, അത് രണ്ടും 10 kN ആണ്. സിംപിളി സപ്പോർട്ടറാണ്. 3 meter മാറിയാണ് ലോഡ്സ് ഉള്ളത്. ടോട്ടൽ 10 meter ആണ്. Find maximum slope and deflection of the beam using moment area method given E is equal to 1.2 into 10⁴ Nm/mm². Cross section of 100/150 mm അല്ലേ. IBDQ/12 നമ്മൾ കഴിയണം, കാരണം EAയിൽ നമ്മളത് കൊടുക്കണം. ഏരിയ/EAയും AX ബാർ/EA ആണല്ലോ നമ്മൾ തിയറം പറയുന്നത്. അപ്പോൾ EA ഇവിടെ വരുന്നുണ്ട്, Eൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, I നമ്മൾ കണ്ടുപിടിച്ചു. I എന്ന് പറഞ്ഞാൽ BDQ/12 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ 2812500 mm/4 നമുക്ക് I കിട്ടും. RB നമ്മൾ റിയാക്ഷൻ കാണുമ്പം
20/2 ചെയ്യുമ്പോൾ ഈക്വലായിട്ട് ഡിസ്കസ് താഴേക്കുള്ള ലോഡ് എന്ന് പറഞ്ഞാൽ 20 ആണ്, ബൈ 2 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ 10 കിലോ ന്യൂട്ടനാണ്. MC അതായത് സിയിലുള്ള മൊമെൻറ്റ് 10 × 3 ആണ് അല്ലേ. അടിയിലേക്ക് 10ഉം താഴോട്ടേക്ക് 10ഉം ഡിസ്റ്റൻസ് 3 ആയപ്പോൾ 10 × 30 കിലോ ന്യൂട്ടൺ. MD ഡിയിലുള്ള അങ്ങേ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ 10 × 3 അഗെയിൻ അത് 30 കിലോ ന്യൂട്ടൺ മീറ്ററാണ്. ഈ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ 1.2 × 10⁻⁴ Nm². അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1.2 × 10⁻⁴ × 10⁻³ അത് ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ² സംഭവം കിട്ടും. അല്ലെങ്കിൽ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10⁻6 കൊണ്ട് അത് mm²നെ മീറ്റർ² മാറ്റിയതാണ് അവിടെ ചെയ്തത്. 1.2 × 10⁻7 വരും. അല്ലെങ്കിൽ നമ്മൾ 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. mm² നിന്ന് മീറ്റർ² മാറ്റാൻ. അല്ലെങ്കിൽ ഈ ഒരു കൺവേർഷൻ പഠിച്ചു വെക്കുക. അതായത് 10⁻⁴ അപ്പോൾ Nm², കിലോ ന്യൂട്ടൺ പെർ മീറ്റർ² മാറ്റാൻ ആണ് ചെയ്തത്. ഇൻറ്റു 10⁻3 ആണ് ഇതിൽ ചെയ്തത്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഏരിയ ഓഫ് BMD എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ A1 + A2 ആണ്. കാരണം 2 ഷേപ്പ് വരുന്നുണ്ട്. A1 + A2. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ½ PH, A2 എന്ന് പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 30. അത് 4 × 30 ആണ്. ഏരിയ അത് 4/2 30 തന്നെയാണ്. കാരണം നമ്മൾ പകുതി എടുക്കുന്നത്. അപ്പോൾ 4/2 × 30, അതായത് അതിൻ്റെ ആ ഒരു സൈഡ്, ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 4 ആണ്. അതിൻ്റെ 2, അതായത് പകുതി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു 2 യൂണിറ്റ് ഡയമെൻഷനുള്ള ഇത് ഉണ്ടാവുള്ളൂ. ഇൻറ്റു 30, അപ്പോൾ 60 മീറ്റർ² കിട്ടും. ടോട്ടൽ ഏരിയ പറഞ്ഞാൽ 45 + 60, അതായത് പകുതി ഏരിയയാണ് 105 മീറ്റർ². X ബാർ പറഞ്ഞാൽ 2/3 L ആണ്. X1 ബാർ പറഞ്ഞാൽ അത് ട്രയാങ്കിളിന് 2/3 L ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 2/3 × 3. X2 ബാർ പറഞ്ഞാൽ 3+, അതായത് ആ ട്രയാങ്കിളിൻ്റെ ഇത് ഇവിടുന്ന് 2/3 L ആണ്. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കിടക്കുന്നത്. ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ നിന്ന്, അതിപ്പോൾ ഇങ്ങേ സൈഡിൽ നിന്നാണെങ്കിൽ B/3 L ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് 2/3 L ആണ്. അപ്പോൾ 2/3 × 3. പിന്നെ X2 ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്റ്റാങ്കിളിലാണ്. അപ്പോൾ 3 + 4/2 വരിക. 3 + 4/2. വരും. അപ്പോൾ 5. അപ്പോൾ AX ബാർ ചെയ്യുമ്പോൾ A1 X1 ബാർ A2 X2 ബാർ ചെയ്യുമ്പോൾ നമുക്ക് 45 × 2 + 60 × 5 കിട്ടും. അപ്പോൾ ടോട്ടൽ AX ബാർ 90 + 300 390 mm³ എന്ന് കിട്ടും. mm³ എന്ന് കിട്ടും. കാരണം മീറ്ററും അല്ല ഏരിയയും പിന്നെയും X ബാറും ചെയ്യുമ്പോൾ mm³
ക്യൂബ് ഇത് കിട്ടും. സ്ലോപ്പ് നമുക്ക് മോർസ് തിയറം 1 പ്രകാരം A/EA ആണ്, അതായത് ഏരിയ ബൈ EA ആണ്. അപ്പോൾ തീറ്റ എ ആൻഡ് തീറ്റ ബി അവിടെ രണ്ടും ട്രയാങ്കിളാണ്. അപ്പോൾ 105/EA എന്ന് കിട്ടും. ചെയ്യുമ്പോൾ EAൻ്റെ 1.2 × 10⁻⁷ ആണ് നമ്മൾ കണ്ടെത്തി. അതുപോലെ I നമ്മൾ കണ്ടെത്തി. അപ്പോൾ അത്രയും റേഡിയൻസിൽ നമുക്ക് 3.11 × 10⁻13 റേഡിയൻസിൽ നമുക്ക് തീറ്റ കിട്ടും. അതുപോലെ Ymax തീറ്റ എയും തീറ്റ ബിയും സെയിം ആണ്. Ymax AX/EA ആണ് 390. AX പറഞ്ഞാൽ ടോട്ടൽ ആണ് 390/EA ചെയ്യുമ്പോൾ നമുക്ക് 1.155 × 10⁻12 മീറ്ററിന് ഡിഫ്ലക്ഷൻ കിട്ടും. നമ്മൾ എല്ലാ യൂണിറ്റും മീറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഇനി അടുത്ത പ്രോബ്ലം, അതും ഒരു സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഒരു പ്രോബ്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു. അടുത്ത പ്രോബ്ലം, 6ാമത്തെ പ്രോബ്ലം, എ കാൻഡിലിവർ ബീം 2 meter cantilever beam 3 meter length is carrying 2 10 10 അവിടെ ഇല്ലേ, 2 point ലോഡ് 10 അവിടെ ഇല്ലേ, പേജ് നമ്പറാണ്. 2 point ലോഡ് 5 kN ഈച്ച് ആൻഡ് 2 point ലോഡും 5 kN ആണ്. അതിൻ്റെ ബീമിൻ്റെ ലെങ്ത് 3 meter ആണ്. ഈച്ച് at 2 meter and 3 meter. ഫൈൻഡ് ദി മാക്സിമം സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ദി ബീം ഇൻ ടേംസ് ഓഫ് EA യൂസിങ് മൊമെൻ്റ് ഏരിയ മെത്തേഡ്. അപ്പോൾ EAൻ്റെ വാല്യൂ തന്നില്ല, ബീമിൻ്റെ ഡയമെൻഷൻ തന്നില്ല. EAൻ്റെ ടേമിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് പ്രകാരം 5 meter വരുന്ന പോയിൻ്റ് ലോഡ് ഉണ്ട്, 2 meter അഗെയിൻ 5 meter ഉണ്ട്. അത് 2 meterഉം 3 meterഉം ഡിസ്റ്റൻസാണ്. കാൻറ്റിലിവറാണ് ബീം. അങ്ങനെ ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഇൻറ്റു 2. 2 ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ആയിട്ട് നമ്മളത് വരക്കണം. ആദ്യം ഈ ഒരു ലോഡ് മാത്രം നിർത്തിയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരും. ഇത് മാത്രം, ഇതില്ല. അപ്പോൾ ആ ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ് ആദ്യം കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ലോഡിൻ്റെ മാത്രമുള്ള, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ബെൻഡിങ് മൊമെൻറ്റ് എ ഡ്യൂ ടു 5 kN ലോഡ് അല്ലേ, ആദ്യത്തെ 5 kN ലോഡ് കൊണ്ടുള്ള, അതായത് ഇവിടേക്ക് മൊമെൻ്റ് എടുക്കുക, ഈ എയിലേക്ക് മൊമെൻ്റ് എടുക്കുകയാണ്. ആദ്യം ഈ തറ്റത്തുള്ള ഈ 5 kN. അപ്പോൾ 5 × 3 കാരണം അതാണ് മൊമെൻറ്റ് 15 kN. അപ്പോൾ ഒരു ട്രയാങ്കിളായിട്ട് കിട്ടും നമുക്ക് അല്ലേ, ട്രയാങ്കിളായിട്ട് കിട്ടും അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം. ഡ്യൂ ടു 5 kN ലോഡ് 5 × 2 10 kN ആണ് അടുത്തതിന് കിട്ടുക. കാരണം ആ ഒരു ലോഡ് മാത്രമേ അവിടെ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ 5 × 2 ചെയ്യുമ്പോൾ അവിടെ 10 കിട്ടും. 10 ആണ് രണ്ടാമത്തെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം. അപ്പോൾ ഏരിയ ഒന്നാമത്തിൻ്റെ ഏരിയ കാണുമ്പോൾ A1 കാണുമ്പോൾ ഹാഫ് BH, ഹാഫ് ഇൻറ്റു 15 × 3 അല്ലേ. 15 ആണ് അതിൻ്റെ ബേസ്, അല്ല ബേസ് 3 ആണ്, 15 ആണ് അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ അത്രയും ഏരിയ 22.5 m² ഏരിയ കിട്ടും. A2 ഹാഫ് ഇൻറ്റു 10 × 2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 10 m² ഒന്നും കിട്ടും ഏരിയ. ടോട്ടൽ ഏരിയ 32.5 m² എന്നും കിട്ടും. X1 ബാർ എന്ന് പറഞ്ഞാൽ 2/3 × 3 ആണ്. കാരണം നമ്മൾ സൈഡിൽ നിന്നാണ്, ഈ തറ്റത്തു നിന്നാണ്, ഈ കൂർപ്പിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ഇതെടുക്കുന്നത്. അപ്പോൾ 2/3 × 3, 2/3 L ആണ്. X2 പറഞ്ഞാൽ 1+ പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് 1 ആണല്ലോ, അത് എടുക്കുന്നില്ല നമ്മൾ, അവിടെ നിന്നാണ് നമ്മൾ സെൻട്രോയിഡ് എടുക്കുന്നത്. അപ്പം 1 + 2/3 × 2 ചെയ്യുമ്പോൾ നമുക്ക് 7/3 മീറ്റർ എന്നും നമുക്ക് സെൻട്രോയിഡ് കിട്ടും. ഇനി നമ്മൾ മോർസ് തിയറം 1 വെച്ച് AX ബാർ കാണാണ്. A1X ബാർ + A2X ബാർ ആണ്. 22.5 × 2 ആണ് X1 ബാർ. അതുപോലെ 10 × 7/3 ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 68.33 mm³ എന്ന് നമുക്ക് 68.3 mm³ നമുക്ക് AX ബാർ കിട്ടും. മാക്സിമം സ്ലോപ്പ് തീറ്റ A തീറ്റ B
ഈസിക്കൽ ടു എ ബൈ ഇ ഐ ആണ്. മോർസ് തിയറം 1 പ്രകാരം ഏരിയ ബൈ ഇ ഐ ആണ്. അപ്പോൾ 32.5 ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 32.5 ബൈ ഇ ഐ റേഡിയൻസ് കിട്ടും. മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ വൈ മാക്സ് 68.33 ബൈ ഇ ഐ എന്ന് മീറ്ററിൽ നമുക്ക് ഡിഫ്ലക്ഷനും കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇൻ്റെ ടേം കണ്ടാൽ മതി, കാരണം നമുക്ക് ഇൻ്റെയും ഐൻ്റെയും വാല്യൂ തന്നില്ല, ഐ ഓർ ബീം ഡയമെൻഷൻ തന്നില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് പ്രോബ്ലം ആണ്, സിമ്പിളാണ്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒരു സിമ്പിൾ പോർഷനാണ്. യൂസിങ് മോർസ് തിയറം ഡിറ്റർമിൻ ദി സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് എ കാൻഡിലിവർ ബീം എ ബി ഓഫ് ലെങ്ത് 3 മീറ്റർ ക്യാരീസ് എ പോയിന്റ് ലോഡ് 5 kN അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ് ടേക്ക് ഐ. ഐൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 15×10⁻⁷. നമുക്ക് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് mm⁻⁴ ആണ് അല്ലേ. BDQ/12 ഒക്കെ ചെയ്യുമ്പോൾ mm⁻⁴ ആണ് അതിൻ്റെ യൂണിറ്റ്. ഇ എന്ന് പറഞ്ഞാൽ 2×10⁵ Nm/mm² ആണ് തന്നിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ 10⁵ Nm/mm² ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ W 5 kN ആണ്. അപ്പോൾ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 5000 ന്യൂട്ടൺ നമുക്ക് കിട്ടും. L പറഞ്ഞാൽ 3 മീറ്റർ ആണ്. mmലേക്ക് മാറ്റുമ്പോൾ 3000 mm എന്നും കിട്ടും. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ന് പറയുമ്പോൾ 5000 × 3000 ആണ്. കാരണം നമ്മൾ എല്ലാം നമ്മൾ mmലാണ് മില്ലിമീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് ഏതെങ്കിലും ഒരു യൂണിറ്റിലാക്കി മാറ്റുക, ഏത് യൂണിറ്റിലായാലും പ്രശ്നമില്ല, എല്ലാം കോമൺ ആണെന്ന് മാത്രം. അപ്പോൾ അത്രയും mm² നമുക്ക് കിട്ടും. ഇവിടെ mm² എഴുതിയില്ല, അത് എഴുതുക. mm² അത്രയും mm² ആയിട്ട് നമുക്ക് അതായത് 15×10⁶ mm mm² അല്ല, കിലോന്യൂട്ടൺ അല്ല ന്യൂട്ടൺ മീറ്റർ ആണ് നമുക്ക് കിട്ടുക. ഈ യൂണിറ്റ് ഇവിടെ എഴുതിയില്ല, യൂണിറ്റ് അവിടെ എഴുതേണ്ട യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ അതായത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മളെ മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ 5000 ന്യൂട്ടൺ മീറ്റർ അല്ല, ന്യൂട്ടൺ മീറ്ററും അല്ല, ന്യൂട്ടൺ mm. കാരണം mmലാണ് നമ്മൾ ലെങ്ത് എടുത്തത്. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് PH ആണ്. 1/2 × 15 ആണ് അതിൻ്റെ ഹൈറ്റ്. അതിൻ്റെ × 10⁶ ആണ് അതിൻ്റെ ഹൈറ്റ് മീൻസ് ഈ സൈഡ്. അത് നമ്മൾ mmൽ എടുത്തുകൊണ്ട് അത്രയും വലിയ വാല്യൂ വന്ന് ന്യൂട്ടൺ mmലാണ് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി. × 3000 ആണ് അതിൻ്റെ ബേസ്. അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് 22.5 × 10⁹ mm² കിട്ടും. X ബാർ പറഞ്ഞാൽ 2/3 L ആണ്. 2/3 L ആണ് അതിൻ്റെ ഈ തറ്റത്തു നിന്ന് എടുക്കുമ്പോൾ, ഈ പോയിൻ്റ് അടുത്ത് തറ്റത്തു നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ BMD X ബാർ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 2/3 × L 2/3 × 3000 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2000 mm എന്ത് കിട്ടും, സെൻട്രോയിഡ് കിട്ടും. X ബാർ ചെയ്യുമ്പോൾ ഏരിയ ഇൻറ്റു X ബാർ 45 × 10⁻12 mm³ നമുക്ക് X ബാർ കിട്ടും. X ബാർ mm³ ആണ്. ഈ യൂണിറ്റ് അവിടെ എഴുതിയില്ല, എഴുതുക. ഫ്രം മോർസ് തിയറം 1 എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ A ബൈ ഇ ഐ ആണ്. അപ്പോൾ A നമ്മൾ കണ്ടുപിടിച്ചു 22.5 × 10⁻⁹ പറഞ്ഞാൽ 2×10⁵ × 15×10⁷. ഇത് നമ്മളെല്ലാം ന്യൂട്ടൺ mmൽ എടുത്തുകൊണ്ട് യൂണിറ്റ് ഒന്നും ഈൻ്റെ കേസിലും അതിൻ്റെ കേസിലും മാറ്റേണ്ട. പക്ഷേ മുമ്പ് ചെയ്തൊരു പ്രോബ്ലത്തിലെല്ലാം നമ്മൾ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റിയിരുന്നു, കിലോ ന്യൂട്ടണിലേക്കും മീറ്ററിലേക്കും മാറ്റിയിരുന്നു. ആ യൂണിറ്റ് മാറ്റി ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് 7.5 × 10⁻⁻⁴ റേഡിയൻസ് സ്ലോപ്പ് കിട്ടും. ഫ്രം മോർസ് തിയറം 2 വൈ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ X ബാർ ബൈ ഇ ഐ ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ X ബാർ ബൈ ഇ ഐ ചെയ്യുമ്പോൾ നമുക്ക് X ബാർ നമ്മൾ കണ്ടു കിട്ടി 45 × 10⁻12 ആണ് ബൈ ഇ ഐ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം 1.5 mm നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും, മാക്സിമം ഡിഫ്ലക്ഷൻ. ഈ മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് 1.5 mm കിട്ടും. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ X ബാർ ബൈ ഇ ആണ് മോർസ് തിയറം 2 വെച്ചിട്ട് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഈ കോമൺ ആയിട്ടുള്ള സെൻട്രോയിഡ് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു മാക്സിമം സ്ലോപ്പും അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡെറിവ് ചെയ്തെടുത്ത ഇക്വേഷൻസ്. റെഡിമെയ്ഡ് ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാൻറ്റിലിവറിൽ പോയിന്റ് ലോഡ് വരുന്നത്, ക്യാൻറ്റിലിവറിൽ UDL വരുന്നത്, സിംപ്ലി സപ്പോർട്ടിൽ സെൻറ്ററിൽ ലോഡ് വരുന്നത്, അതുപോലെ സിംപ്ലി സപ്പോർട്ടിൽ UDL വരുന്നത്. ഇതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻട്രോയിഡ് കാണാനുള്ള ഇക്വേഷൻസ് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2. ഓൾ ദി ബെസ്റ്റ്.